പ്രമേഹമുള്ള 50% പേരിലും തൈറോയിഡിന്റെ പ്രശ്നം കാണാറുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് തിരിച്ചറിയാൻ പറ്റിക്കോണമെന്നില്ല, എങ്കിലും അത് ചെറിയ തോതിൽ ഉണ്ടാകും. കാരണം ഇത് ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ അബ്നോർമൽ ആണതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അതുപോലെ പാൻക്രിയാസ് ഇതിൽപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഉണ്ടാകുന്ന ഇൻസുലിന്റെ അളവ് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ പ്രശ്നം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാലും മറ്റു ഹോർമോണുകളെ സ്വാധീനിക്കും. ഇപ്പൊ തൈറോയിഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആയാലും, പിറ്റ്യൂട്ടറി ആയാലും, പാരാതൈറോയിഡിന്റെ ആയാലും, ഏത് ഗ്ലാൻഡിന്റെ ആയാലും ഒരു ഗ്ലാൻഡിന്റെ വരുന്ന പ്രശ്നങ്ങൾ മറ്റ് ഗ്ലാൻഡുകളെയും സ്വാധീനിക്കും. കാരണം ഒരു ഹോർമോൺ ഇംബാലൻസ് ചെയ്തിട്ടുണ്ടാവും, ഒരു അവ്യവസ്ഥ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് തൈറോയിഡിന്റെ പ്രശ്നം മിക്കവാറും പ്രമേഹമുള്ളവരിൽ ഉണ്ടാകാം. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അത് വ്യക്തമായിട്ട് അതിന്റെ ലക്ഷണങ്ങളും കണ്ടുവന്നിരിക്കും. എന്ന് ലക്ഷണം കണ്ടുകൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രമേഹമുള്ളവർ മുഴുവൻ ചെയ്യേണ്ട കാര്യം ഞാൻ ഈ പറയണത്. ഇനി പ്രമേഹമില്ല, തൈറോയിഡിന്റെ പ്രശ്നം മാത്രം ഉണ്ടെങ്കിൽ അവർക്കും ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ 3 ഒന്ന്, ഇതിനാവശ്യമായിട്ടുള്ള അയഡിൻ എന്ന് പറയുന്ന പോഷകത്തിന്റെ കുറവാണ്, ന്യൂട്രിയന്റെ കുറവാണ്. രണ്ടാമത് വരുന്നത് ശരീരത്തിന് ആവശ്യമായ തോതിൽ വ്യായാമം കിട്ടാത്തതാണ്. നമ്മളുടെ കഴുത്ത് വേണ്ടത്ര പണ്ടത്തെ പോലെ, കഴുത്ത് എന്ന് പറഞ്ഞ സാധനം 180 ഡിഗ്രി തിരിയാൻ മാത്രം ഉണ്ടാക്കിയേക്കണത്, നമ്മൾ തിരിക്കണില്ല. അപ്പോൾ അതുപോലെ മുകളിലേക്കും കീഴോട്ടൊക്കെ ഇത് വളയാൻ മാത്രമാണ്. നമ്മളിങ്ങനെ സ്റ്റില്ലായിട്ടാണ് നടക്കണേ എപ്പോഴും. നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് വല്ലവരും വ്യായാമം ചെയ്യുന്നവരോ യോഗ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ കഴുത്ത് തിരിക്കൂ, അല്ലാത്തവരൊന്നും കഴുത്ത് തിരിക്കുന്നില്ല. നമുക്കിപ്പോ ഇടത്തോട്ട് നോക്കണമെങ്കിൽ നമ്മളിങ്ങനെ തിരിഞ്ഞാ നോക്കണത്. അങ്ങനെയല്ല, കഴുത്ത് ഇങ്ങനെ കൊണ്ടുപോയി നോക്കാൻ നോക്ക്, ഇങ്ങനെ നോക്കാറില്ല. അപ്പൊ ഒരു പരിധി വരെ ആവശ്യത്തിനുള്ള ഒരു വ്യായാമം കിട്ടാത്തതാണ് തൈറോയിഡിന്റെ മറ്റൊരു പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം പ്രമേഹമാണ്. ഇതിനെ 3നെയും നമുക്ക് ഒരു പരിധിവരെ മാനേജ് ചെയ്യാവുന്ന ചില ടിപ്സുകളാണ് ഞാൻ കാണിച്ചു തരണത്. വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില സിമ്പിൾ ആയിട്ടുള്ള വ്യായാമങ്ങൾ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശ്വാസം എടുത്തുകൊണ്ട് തല പുറകോട്ട് കൊണ്ടുപോകും. ഇവിടെ ഒരു പിടുത്തം വരും. ആ പിടുത്തം വരണം. ശ്വാസം വിട്ടുകൊണ്ട് കീഴ്പോട്ട് വന്ന് താഴെ നെഞ്ചത്ത് മുട്ടും. ശ്വാസം എടുത്തുകൊണ്ട് പിന്നെയും ബാക്കിലേക്ക് പുറകിലേക്ക് കൊണ്ടുപോകും. കണ്ണുകൊണ്ട് പുറകിലേക്ക് നോക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് എന്നുള്ളതാണ് കണ്ണ് പുറകിലേക്ക് പോകണമെന്ന് പറയാൻ കാരണം. ശ്വാസം എടുത്തുകൊണ്ട് പോയാൽ കുറച്ച് സമയം അവിടെ സ്റ്റേ ചെയ്യണം. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാല് അവിടെയും സ്റ്റേ ചെയ്യണം. അത് നമ്മളെ പൂരകം, അത് നമ്മള് ഇൻഹീൽ ചെയ്തുകൊണ്ടാണ് അകത്തേക്ക് ശ്വാസം എടുത്തുകൊണ്ട് പോവും. അവിടെ ഹോൾഡ് ചെയ്യും. കുംഭകം എന്ന് പറയും, അന്തർകുംഭകം. പിന്നെ നമ്മൾ എക്സീൽ ചെയ്യും, പുറത്തേക്ക് വിട്ടുകൊണ്ട് കീപ്പോട്ട് വരും. എന്നിട്ട് ശ്വാസം ഇല്ലാതെ നമ്മൾ കുറച്ചു നേരം നിൽക്കും. അത് ബഹിർകുംഭകം. അങ്ങനെ 4 തരത്തിലാണ് ഇത് നമ്മളെ പ്രയോജനപ്പെടുന്നത്. ഇത് വളരെയധികം ഫലപ്രദമായിട്ട് നമ്മളുടെ തൈറോയിഡിന് മാത്രമല്ല, തൊണ്ടയിലെ ക്യാൻസർ പോലും നമുക്ക് ഉണ്ടാവില്ല. ഈ ഭാഗത്തുള്ള എല്ലാ രോഗങ്ങളെയും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ ഒരു വ്യായാമമാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത്. രണ്ടാമത് നമ്മളിങ്ങനെ നമ്മളുടെ താട നേരെ ഇങ്ങനെ ഈ കൈപ്പലക വരെ കൊണ്ടുപോകും. കണ്ണുകൊണ്ട് ഇതുപോലെ നമ്മൾ വലതു സൈഡിലേക്ക് നോക്കണം. അവിടെ ഹോൾഡ് ചെയ്യണം. പിന്നെ നമ്മൾ ശ്വാസം എടുത്തോട് നേരെ വരും. വീണ്ടും നമ്മൾ ഇടത് സൈഡിലേക്ക് പോകും. അവിടെ ഹോൾഡ് ചെയ്യും. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരും. ഇതിങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കൈ കൊണ്ട് തലയെ പതുക്കെ നമ്മൾ
സൈഡിലേക്ക് ആക്കി. ഇവിടെ ഒരു പിടുത്തം വരും നമുക്ക്. നേരെയായി. വീണ്ടും അത് ഇടത് സൈഡിലേക്ക്. ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് തല നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക ചെയ്യണത്. അത് ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും ചെയ്യാം. കണ്ണ് ഒപ്പം ചിറ്റണം. കണ്ണിന്റെ കൂടി വ്യായാമമാണിത്. ഡയബറ്റിക് റെറ്റിനോപ്പതി കൂടി കുറയ്ക്കാൻ നല്ലതാണ്. ഇങ്ങനെ ചുറ്റുക. രണ്ട് സൈഡിലേക്കും ചെയ്യാം. ഇടത് സൈഡിലേക്കും വലത് സൈഡിലേക്കും. ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. ഇത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് ചെയ്യാൻ സ്വസ്ഥമായിട്ടിരിക്കുക. ഫുൾ ബ്രീത്ത് ചെയ്യണം. അബ്ഡോമൽ ബ്രീത്ത് ചെയ്യണം. നമ്മളുടെ ഉദരശ്വസനം. ഉദരത്തിലേക്ക് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. അങ്ങനെ നമ്മളൊരു 10 ബ്രീത്ത് ചെയ്യുക. ശരീരത്തിന് വന്ന മാറ്റം മനസ്സുകൊണ്ട് തിരിച്ചറിയുക. ഇത് രാവിലെയും വൈകിട്ടും ചെയ്താൽ മാത്രം മതി. വലിയ മാറ്റം നമ്മളുടെ തൈറോയിഡിന്റെ പ്രശ്നത്തിനുണ്ടാവും. 50% പ്രശ്നം നിങ്ങൾക്ക് ഇതുകൊണ്ട് മാത്രം നമുക്ക് കുറച്ചുകൊണ്ടാൻ സാധിക്കും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, ആഹാരത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തണം. 2, മറ്റു കുറെ യോഗാസനങ്ങളുണ്ട്. ഒരു 10-12 യോഗാസനങ്ങൾ നമ്മൾ വേറെ ചെയ്യിക്കുന്നുണ്ട്. യോഗാസനങ്ങളുണ്ട്, പ്രാണായാമങ്ങളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഈ തൈറോയിഡിന്റെ പ്രശ്നത്തെ ഒരു പരിധിവരെ ശാശ്വതമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. എനിക്കൊരു അപേക്ഷയുള്ളത്, നിവൃത്തി ഉണ്ടെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി റിമൂവ് ചെയ്യാൻ സമ്മതിക്കരുതെന്നാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ വാക്കിന് ഇതിനെ റിമൂവ് ചെയ്യാന്നാണ് ഡോക്ടർമാർ പറയണത്. അല്ലെങ്കിൽ ക്യാൻസർ വരുമെന്നാണ് പറയണത്. ക്യാൻസർ വന്നാൽ റിമൂവ് ചെയ്യാൻ നിവൃത്തിയില്ല. ക്യാൻസർ വരാൻ സാധ്യതയുള്ള അവസ്ഥയിൽ ഞാൻ റിമൂവ് ചെയ്യേണ്ടി വരും. വേണ്ടാന്നല്ല പറഞ്ഞത്. പക്ഷെ എല്ലാവരും ചെല്ലുമ്പോൾ തന്നെ ഇത് റിമൂവ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. കാരണം തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ധർമ്മം മാത്രമല്ല നിർവഹിക്കണത്. അത് നമ്മളുടെ ശരീരത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള മെറ്റബോളിസത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. അത് എടുത്തു കളഞ്ഞിട്ട് കുറെ തൈറോക്സിൻ കുത്തിവെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് ആവുന്നവർ നമ്മൾ ഈ ഗ്രന്ഥിയെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അതിന് ഞാൻ ഈ പറയുന്ന ചില ടിപ്സുകൾ നമുക്ക് പ്രയോജനപ്പെടും. ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ കഴുത്തിന് സ്പോൺലിസിസ് വന്നിട്ട് അസ്ഥിക്ക് തേയ്മാനം വന്ന ആളുകൾ, അസ്ഥി ദ്രവിച്ചു പോകുന്ന അത്തരം ആളുകൾ ഇത് ചെയ്യരുത്. ഇത് ചെയ്യുമ്പോൾ ഒരറിയാവുന്ന ഒരു യോഗ അധ്യാപകന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ബാലൻസിയേഴ്സിന്റെ പ്രശ്നമുള്ളവര് അവരിത് ചെയ്യരുത്. അവർക്ക് ഇത് ചെയ്യാം. ഇത്തരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത്ര ചെയ്യാൻ പാടുള്ളൂ. തിരിക്കരുത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ, അതുപോലെ ഈ കഴുത്തിന് പ്രശ്നമുള്ളവര് ബാക്കിലേക്ക് കൊണ്ടുപോയി വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിറകിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഒരിക്കലും കൊണ്ടുവരരുത്. സൈഡിലേക്ക് അവർക്ക് ചെയ്യാം. അവർ തിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ വിദഗ്ധമായിട്ടുള്ള ഒരാളുടെ അടുത്ത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. രാവിലെയും വൈകിട്ട് ഇത് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം. ഒരു തോർത്ത് നനച്ച് പിഴിഞ്ഞെടുത്തിട്ട് അതിനെ നീളത്തിൽ 4 ആക്കി മടക്കുക. അത് നമ്മളെ കഴുത്തിൽ ചുറ്റി വെക്കുക. ഇത് ചെയ്തതിന് ശേഷം മതി. ഇത് ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ചുറ്റി വയ്ക്കുക. ആദ്യം ഒരു 10 മിനിറ്റ് ചുറ്റുക. പിന്നെ അത് 20 മിനിറ്റ് ആക്കി വർദ്ധിപ്പിക്കുക. പിന്നെ ഒരു 30 മിനിറ്റ് ആക്കി വയ്ക്കും വർദ്ധിപ്പിക്കുക. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് 30 മിനിറ്റിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ രാവിലെയും വൈകിട്ടും ഒരു അരമണിക്കൂർ നേരം നിങ്ങൾ ഒരു തോർത്ത് നനച്ച് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നീളത്തിൽ 4 ആക്കി മടക്കി വെറുതെ ചുറ്റി വെച്ചാൽ വരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട. ഒരു ചുറ്റി വെച്ചാൽ മാത്രം മതി. വലിയ മാറ്റം ശരീരത്തിനുണ്ടാവും. തൈറോയിഡിന് പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ഈ മരുന്നിന്റെ പിറകിൽ പോകേണ്ട ആവശ്യം വരില്ല. അതുപോലെ അയഡിന്റെ കുറവിന് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന അഗസ്ത്യച്ചീരയുടെ ഇലയാണ്. അഗസ്ത്യച്ചീരയുടെ 2-3 തൈ വീട്ടിൽ വളർത്തിയെടുക്കുക. അതിന്റെ ഇല പറിച്ചിട്ട് നമ്മൾ ദിവസവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയഡിന്റെ കുറവ് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ചില ചെറിയ മത്സ്യങ്ങളും അങ്ങനെ അയഡിനുള്ള ധാരാളം സാധനങ്ങൾ കിട്ടാനുണ്ട് നമുക്ക്. ഫ്ലാക്സ് സീഡ് നല്ലതാണ്. അങ്ങനെ ചില സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇൻഫ്ലമേഷൻ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ ദിവസവും നമ്മൾ അരമണിക്കൂർ നേരം ഇളം വെയിൽ കൊള്ളണം. വെയിൽ കൊണ്ടാൽ വിറ്റാമിൻ ഡിയുടെ പ്രശ്നം പരിഹരിക്കപ്പെടും.
കഴുത്തിലെ ഇൻഫ്ലമേഷൻ കുറയും, നീർക്കെട്ട് കുറയും. അപ്പോഴും നമുക്ക് തൈറോയിഡിന്റെ പ്രശ്നം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. നൂറുകണക്കിന് ആളുകളെ ഇത് പരീക്ഷിച്ച് അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് മൂവാഴ്ച സുഖജീവൻ നേച്ചർ സെന്റർ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് നടക്കുന്നുണ്ട്. ധാരാളം പേര് ആ കോഴ്സിൽ വന്ന് ഇതെല്ലാം പഠിക്കുന്നുണ്ട്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഈ പ്രശ്നങ്ങൾ പലതും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ നിങ്ങളെ ഈ പ്രകൃതിയുടെ മാർഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്.